സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ അയാൾ നോക്കി. തൊട്ടടുത്ത നിമിഷം 5 വർഷമായി ഉള്ളിൽ അടക്കി വെച്ചിരുന്ന ദേഷ്യം അണപ്പൊട്ടിയൊഴുകി. അദ്ദേഹം പെട്ടെന്ന് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. "ആരാ നീ? എന്തിനാ ഇങ്ങോട്ട് വന്നത്?" അദ്ദേഹത്തിന്റെ ശബ്ദം കടുപ്പമുള്ളതും ദേഷ്യം നിറഞ്ഞതുമായിരുന്നു. സഹസ്രയുടെ കണ്ണുകൾ കണ്ണീരാൽ നിറഞ്ഞു. "അച്ഛാ, ഞാൻ സഹസ്രയാണ് അച്ഛാ" എന്ന് പറഞ്ഞവൾ മുന്നോട്ടരടി വെച്ചു. "അവിടെ നിൽക്കും!" അദ്ദേഹം കൈ ചൂണ്ടി ഉച്ചത്തിൽ അലറി. ആ അലർച്ച കേട്ട് അകത്ത് പണി ചെയ്തിരുന്നു സഹസ്രയുടെ അമ്മ കമലമ്മ പരിഭ്രാന്തിയോടെ പുറത്തേക്ക് ഓടി വന്നു. വൈകുന്നേരം ഫോണിൽ സംസാരിച്ചെങ്കിലും 5 വർഷത്തിന് ശേഷം സ്വന്തം മകളെ കൺമുന്നിൽ കണ്ടപ്പോൾ അവരുടെ നെഞ്ചു പിടഞ്ഞു. കണ്ണീരടക്കാൻ അവർക്കായില്ല. "എന്ത് ധൈര്യത്തിലാണ് നീ വീണ്ടും ഇങ്ങോട്ട് വന്നത്? അന്ന് കല്യാണ മണ്ഡപത്തിൽ വെച്ച് എൻ്റെ മാനം കെടുത്തി. 4 ആളുടെ മുന്നിൽ എന്നെ തലയുയർത്തി നടക്കാൻ പറ്റാത്തവണ്ണമാക്കിയിട്ട് ഇപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അന്ന് നീ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയതല്ലേ? ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കൂടിയാണ് ഇറങ്ങിപ്പോയത്. ഇവിടെ നിനക്കൊരു സ്ഥാനവുമില്ല. ഇറങ്ങിപ്പോ പുറത്തേക്ക്." അയാൾ ആകെ ദേഷ്യം കൊണ്ട് വിറക്കുകയായിരുന്നു. അപ്പോഴേക്കും കമലമ്മ ഓടി വന്ന് അയാളെ പിടിച്ചു മാറ്റി. "എന്താണിത് മോളെ അങ്ങനെയൊന്നും പറയല്ലേ. എത്ര നാൾക്ക് ശേഷമാണ് അവൾ വരുന്നത്? അകത്തേക്ക് വരാൻ പറയൂ" എന്ന് കരഞ്ഞുകൊണ്ട് അവൾ അയാളോട് കെഞ്ചി. "മോളോ? ഏത് മോൾ? എൻ്റെ മകൾ അന്ന് തന്നെ ചത്തുപോയി കമല. ഈ വീടിൻ്റെ പടി പോലും അവൾക്ക് അർഹതയില്ല." അതും പറഞ്ഞ് അയാൾ അകത്തേക്ക് നടന്നു. സഹസ്രക്കഥ കേട്ട് പിന്നീട് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. കയ്യിലിരുന്ന ബാഗ് താഴേക്കിട്ട് അവൾ ഓടിച്ചെന്ന് അയാളുടെ കാലിൽ വീണു. "എന്നോട് ക്ഷമിക്കൂ അച്ഛാ, പ്ലീസ്. ഞാൻ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അച്ഛാ, നിങ്ങളുടെ ദേഷ്യം ന്യായമാണ്. എന്നെ തല്ലിക്കോ, ചീത്ത വിളിച്ചു. പക്ഷെ ഈ വീട്ടിൽ നിന്ന് മാത്രം ഇറക്കി വിടല്ല അച്ഛാ. എനിക്ക് നിങ്ങളല്ലാതെ വേറെ ആരുമില്ല" എന്ന് പറഞ്ഞവൾ പൊട്ടിക്കരഞ്ഞു. അയാളുടെ കാലുകൾ കെട്ടിപ്പിടിച്ച് കരയുന്ന മകളെ കണ്ടപ്പോൾ ഒരു നിമിഷം അയാളുടെ മനസ്സലിഞ്ഞു. എങ്കിലും അന്ന് അനുഭവിച്ച ആ അപമാനം അയാളെ വീണ്ടും പിടിച്ചുലച്ചു. അവളെ വീണ്ടും തടഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞു, "എഴുന്നേൽക്കൂ, എൻ്റെ കാറിൽ പിടിക്കുന്നത് നിർത്തും." അയാൾ തൻ്റെ ശബ്ദമൊന്ന് ഉയർത്തി പറഞ്ഞു, "അച്ഛാ, അന്ന് ഞാൻ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് എനിക്കിപ്പോൾ പൂർണ്ണമായി മനസ്സിലാവുന്നുണ്ട്. എന്തൊക്കെയോ നേടിയെടുക്കണമെന്ന ഭ്രാന്തിലും എൻ്റെ സ്വപ്നങ്ങൾ എവിടെയെങ്കിലും വെച്ച് ഇല്ലാതായി പോകുമോ എന്ന ഭയത്തിലുമാണ് ഞാൻ അന്ന് അങ്ങനെ ഒളിച്ചോടിയത്. പക്ഷേ എൻ്റെ ആ ഒരു ആവേശവും സ്വാർത്ഥതയും കാരണം നിങ്ങൾ എത്രമാത്രം അപമാനമുണ്ടാകുമെന്നും നിങ്ങൾ എത്രത്തോളം നരകം അനുഭവിക്കേണ്ടി വരുമെന്നും അപ്പോൾ ചിന്തിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്നോട് ക്ഷമിക്കൂ അച്ഛാ" എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഇനി പൊട്ടിക്കരഞ്ഞു. അവളുടെ കണ്ണീരും വാക്കുകളിലും നിറഞ്ഞ ആത്മാർത്ഥത കണ്ട് രാമറാവുവിൻ്റെ കോപം പതുക്കെ പതുക്കെ തണുക്കാൻ തുടങ്ങി. എങ്കിലും അദ്ദേഹം അനുഭവിച്ച ആ മാനസിക വിഷയം അത്ര പെട്ടെന്ന് മറക്കാവുന്ന ഒന്നായിരുന്നില്ല. ഇപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്ത് കാര്യം സഹസ്ര? അന്ന് ആ കല്യാണ മണ്ഡപത്തിൽ വെച്ച് എനിക്കുണ്ടായ നാണക്കേട് മരിക്കുന്നത് വരെ എനിക്ക് മറക്കാൻ കഴിയില്ല. വിറക്കുന്ന ശബ്ദത്തോടെ അദ്ദേഹം പറഞ്ഞു. സഹസ്ര അദ്ദേഹത്തിൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു. "എനിക്കറിയാം അച്ഛാ, കടന്നുപോയ കാലം ഇനി ഒന്നിനും തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. എന്നോട് ഇപ്പോൾ തന്നെ ക്ഷമിക്കണമെന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. പക്ഷെ ഒപ്പമിരുന്ന് നിങ്ങളെ നോക്കാനുള്ളൊരവസരമെങ്കിലും എനിക്ക് തരണം. എന്നെ ഇവിടുന്ന് ഇറക്കി എഴുതേ" എന്നവൾ കെഞ്ചി അപേക്ഷിച്ചു. കമലമ്മ ഓടി വന്ന മകളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു പൊട്ടിക്കരഞ്ഞു. എന്നാൽ രാമറാവു മാത്രം ഒന്നും മിണ്ടിയില്ല. അദ്ദേഹം മെല്ലെ അവളുടെ കൈകളിൽ നിന്ന് സ്വന്തം കൈകൾ വിടുവിച്ചു. കണ്ണുകൾ നിറഞ്ഞുപോയ കണ്ണിൽ ആരും കാണാതെ തുടച്ചുകൊണ്ട് അദ്ദേഹം പതുക്കെ അകത്തേക്ക് നടന്നു. അദ്ദേഹം അങ്ങനെ ഒന്നും മിണ്ടാതെ അകത്തേക്ക് എത്തിയപ്പോൾ തന്നെ തനിക്ക് ആ വീട്ടിൽ നിൽക്കാനുള്ള അനുവാദമാണെന്ന് സഹസ്രക്ക് മനസ്സിലായി. അവൾ അമ്മയുടെ തോളിൽ തല ചായ്ച്ച് കണ്ണുകൾ അടച്ചു. അങ്ങനെ അവളുടെ 5 വർഷത്തെ ആ ഒറ്റക്കുള്ള യാത്ര അന്ന് രാത്രി സ്വന്തം വീട്ടിലേക്ക് വീണ്ടും കാലെടുത്ത് വെച്ചതോടെ അവസാനിച്ചു. അടുത്ത ദിവസം രാവിലെ 5 വർഷത്തിന് ശേഷം ആ വീട്ടിൽ വീണ്ടും ശാന്തമായൊരു അന്തരീക്ഷം അനുഭവപ്പെട്ടു. കമലമ്മ അടുക്കളയിൽ തിടുക്കത്തിൽ പണികൾ ചെയ്യുകയാണ്. രാമറാവു ഹാളിലിരുന്ന് കാപ്പി കുടിച്ചുകൊണ്ട് പത്രം വായിക്കുന്നു. സഹസ്ര പതുക്കെ നടന്നു വന്ന് അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തുള്ള സോഫയിലിരുന്നു. അവൾ വന്ന് അരികിലിരുന്നിട്ടും രാമറാവു പത്രത്തിൽ നിന്ന് കണ്ണുകളുയർത്തിയില്ല. കുറച്ചു നേരം അദ്ദേഹം പത്രം തന്നെ വായിച്ചുകൊണ്ടിരുന്നു. ആ മുറിയിൽ അവർക്കിടയിൽ അസ്വസ്ഥത നിറഞ്ഞൊരു മൗനം തളം കെട്ടി നിന്നു. ഒടുവിൽ സഹസ്ര തൊണ്ടയനക്കി മെല്ലെ വിളിച്ചു, "അച്ഛാ." ആ വിളി കേട്ട് അദ്ദേഹം തൻ്റെ കയ്യിലെ പത്രം അല്പം മാറ്റി കണ്ണടക്കം മുകളിലൂടെ അവളെ നോക്കി. മുഖത്തൊരു പുഞ്ചിരി പോലുമില്ലായിരുന്നു. പഴയ ഗൗരവം വിടാതെ തൊണ്ടയിടറി അദ്ദേഹം ചോദിച്ചു, "പറയൂ." ശബ്ദത്തിൽ അല്പം കർക്കശമുണ്ടായിരുന്നെങ്കിലും തലേദിവസം രാത്രിയിലുണ്ടായിരുന്ന ദേഷ്യമൊന്നും ഇപ്പോൾ ഉണ്ടായിരുന്നില്ല. സഹസ്ര ദീർഘശ്വാസമെടുത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, "അച്ഛാ, ഞാൻ ഇനി ഡൽഹിയിലേക്ക് പോകുന്നില്ല.
അത് കേട്ട് രാമറാവു ഒരു നിമിഷം ഞെട്ടിയെങ്കിലും ആ ഭാവം മുഖത്ത് കാണിക്കാതെ അപ്പോൾ എന്ന മട്ടിൽ അവളെ നോക്കി. അവൾ തുടർന്നു, എൻ്റെ കമ്പനിക്ക് ഹൈദരാബാദിൽ ഒരു ബ്രാഞ്ച് ഉണ്ടച്ചാ. ഞാൻ അങ്ങോട്ട് ട്രാൻസ്ഫർ ചോദിക്കാം. ഒരു വേള അവർ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ഈ ജോലി അങ്ങ് രാജിവെക്കും. എന്നിട്ട് ഇവിടെ വൈസാഖിലോ അതോ ഹൈദരാബാദിലോ വേറെ ഒരു ജോലി നോക്കിക്കോളാം. ഇനി ഒരിക്കലും നിങ്ങളെ വിട്ട് ഞാൻ ദൂരേക്ക് പോകില്ല, നിറഞ്ഞ ആത്മവിശ്വാസത്തോടെ സഹസ്ര പറഞ്ഞു. ആ വാക്ക് കേട്ടതും രാമറാവു ഗാരുവിൻ്റെ കയ്യിലിരുന്ന പത്രം ചെറുതായെന്ന് വിറച്ചു. കഴിഞ്ഞ 5 വർഷമായി മകൾ ദൂരേക്ക് അകന്നു പോയെന്ന സങ്കടവും ഇനി വീണ്ടും എങ്ങോട്ടെങ്കിലും പോയി കളയുമോ എന്ന പേടിയും ഈ ഒരൊറ്റ വാക്കോടെ അലിഞ്ഞുപോയി. അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായിരുന്ന ആ വലിഞ്ഞ മുറക്കം പതുക്കെ മാറും. മുന്നിലിരിക്കുന്ന കോഫി കപ്പിലേക്ക് നോക്കിക്കൊണ്ട്, കമല, അവൾക്ക് കോഫി കൊടുത്തോ? ഇല്ലയോ? ഇപ്പോഴും ആ ശീലം അങ്ങനെ തന്നെയുണ്ടോ അതോ മാറിയോ എന്ന് അദ്ദേഹം ചോദിച്ചു, അടുക്കളയിലേക്ക് തൊണ്ടേന്ന് ശരിയാക്കിക്കൊണ്ടിരുന്നത്. സഹസ്രയോട് നേരിട്ട് സ്നേഹത്തോടെ സംസാരിക്കാൻ കഴിയാതെ അമ്മയോട് ചോദിച്ച ഒരൊറ്റ വാക്കിൽ അദ്ദേഹത്തിൻ്റെ ക്ഷമാപണവും സന്തോഷവും ഒരുപോലെ പ്രകടമായിരുന്നു. അടുക്കള വാതിലിലേക്ക് വന്ന കമലമ്മയുടെ കണ്ണുകളിലും ഇപ്പുറത്ത് സഹസ്രയുടെ കണ്ണുകളിലും ഒരേ സമയം ആനന്ദക്കണ്ണീർ നിറഞ്ഞു. സഹസ്ര വിചാരിച്ചതുപോലെ തന്നെ ഹൈദരാബാദിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി. ഇതിനിടയിൽ കാർത്തിക്കും സഹസ്രയും തമ്മിൽ ദിവസവുമുള്ള സംസാരിക്കൽ പതിവായി. ആദ്യമൊക്കെ ദിവസം ഓരോ ചെറിയ മെസ്സേജുകൾ അയക്കുമായിരുന്നു. പിന്നീട് പതിയെ എപ്പോഴെങ്കിലുമൊക്കെ ഫോണിൽ സംസാരിക്കാൻ തുടങ്ങി. സഹസ്ര വീക്കെൻഡുകളിൽ വൈസാഖിൽ വരുമ്പോഴൊക്കെ രണ്ടുപേരും ആർക്കെ ബീച്ച് റോഡിലുള്ള കോഫി ഷോപ്പിൽ വെച്ച് കാണുമായിരുന്നു. കാർത്തിക് ബിസിനസ് ആവശ്യങ്ങൾക്കായി ഹൈദരാബാദിൽ പോകുമ്പോഴും അവർ തമ്മിൽ കാണാറുണ്ടായിരുന്നു. 5 വർഷം മുമ്പ് പരസ്പരം ഒന്നും അറിയാതെ കല്യാണം വരെ എത്തിയവരാണവർ. എന്നാൽ ഇപ്പോൾ ഈ സൗഹൃദത്തിലൂടെ അവർക്ക് പരസ്പരം പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിച്ചു. ദിവസങ്ങൾ കഴിയും തോറും അവർക്കിടയിലുള്ള പരിചിതവും മടിയും മാറി വന്നു. ഒരാളുടെ ചിന്തകൾ മറ്റേയാൾക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങിയതോടെ രണ്ടുപേരും കൂടുതൽ അടുത്തു. ഒരു ദിവസം ബീച്ചിലൂടെ നടക്കുമ്പോൾ കാർത്തിക് അവളെ നോക്കി ചോദിച്ചു, സഹസ്ര, 5 വർഷം മുമ്പ് പാതി വഴിയിൽ നിലച്ചുപോയ നമ്മുടെ കഥ നമുക്കിനി പുതുതായി ഒന്ന് തുടങ്ങിയാലോ? ആ വാക്കിനായി കാത്തിരുന്ന സഹസ്രയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സന്തോഷത്തോടെ അവൾ സമ്മതം മൂളി തലയാട്ടി. പക്ഷേ യഥാർത്ഥ പ്രശ്നം ഇവിടെയാണ് തുടങ്ങിയത്. ഈ വിഷയം രണ്ടുപേരും അവരുടെ വീടുകളിൽ ചെന്ന് പറഞ്ഞു. സഹസ്രയുടെ വാക്ക് കേട്ട ഉടനെ രാമറാവു ഗൗരിക്കും കമലമ്മക്കും ഉണ്ടായ ആശ്വാസം വാക്കുകളിൽ വിവരിക്കാൻ കഴിഞ്ഞതായിരുന്നു. 5 വർഷമായി അവരുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു വലിയ തെറ്റിന് ഇപ്പോൾ ശരിയൊരു പ്രായശ്ചിത്തം ലഭിച്ചതുപോലെ അവർക്ക് തോന്നി. പക്ഷേ കാർത്തികിൻ്റെ വീട്ടിലെ അവസ്ഥ മാത്രം പെട്ടെന്നായിരുന്നു മാറി മറിഞ്ഞത്. സഹസ്രയെ കല്യാണം കഴിക്കാൻ പോകുന്നെന്ന വാക്ക് കേട്ടതും അവൻ്റെ അമ്മയുടെ മുഖത്ത് ദേഷ്യവും വിഷമവും ഒരുമിച്ച് ഇരച്ചു കയറി. ഞാൻ അപ്പോഴേ വിചാരിച്ചതാ കാർത്തിക്, നീ ആ പെൺകുട്ടിയെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ എന്തോയൊക്കെ ശങ്കിച്ചിരുന്നു. അതുകൊണ്ടാ വേണ്ടട മോനെ പകലിൽ നിന്ന് ഞാൻ തൊണ്ടയെ പൊട്ടി വലിച്ചു പറഞ്ഞത്. നീയോ എൻ്റെ വാക്ക് കേൾക്കാതെ പോയി. കണ്ടില്ലേ ഇപ്പോൾ എന്താ ഉണ്ടായത്? അന്ന് കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഒളിച്ചോളി നമ്മളെ 4 പേരുടെ മുന്നിൽ നാണം കെടുത്തിയവളാവൾ. ഇപ്പോൾ ഇതാ നിന്റെ ഈ നല്ല മനസ്സ് കണ്ട് വീണ്ടും ഏതോ പുതിയ നാടകം കളിക്കുകയാണ്. ഇത്രയും നാളില്ലാത്തൊരു പെട്ടെന്നൊരു സോറി പറച്ചിലുമായി വന്ന് നിന്റെ മനസ്സവൾ മാറ്റിക്കളഞ്ഞു. ആ പെണ്ണിനെ വീണ്ടും ഈ വീട്ടിലെ മരുമകളായി സ്വീകരിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. മരുമകളായി അവളെ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. എന്നെക്കൊണ്ട് അതിന് കഴിയില്ല എന്നവർ വളരെ തറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞു. കാർത്തിക്കിൻ്റെ അച്ഛൻ ഒന്നും മിണ്ടിയില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആ പഴയ മുറിവ് വീണ്ടും അറിയുന്ന പോലെ വലിയ നിശബ്ദത കാണാമായിരുന്നു. എങ്കിലും അവരുടെ ആ ദേഷ്യത്തിന് പിന്നിലുള്ള ന്യായം എന്തെന്ന് കാർത്തിക്കിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ അവരോട് തിരിച്ച് സംസാരിക്കാനോ വഴക്കിടാനോ പോയില്ല. വൈകുന്നേരം അവൻ സഹസ്രയെ ഫോൺ ചെയ്ത് വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ പതുക്കെ പറഞ്ഞു മനസ്സിലാക്കി. അമ്മയും അച്ഛനും ഇപ്പോഴും ആ സംഭവത്തിൽ നിന്ന് പൂർണ്ണമായി പുറത്തു കടന്നിട്ടില്ല. സഹസ്ര, അവരുടെ മനസ്സിൽ ആ വിഷമം എങ്ങനെ തന്നെയുണ്ട്. അവർക്ക് മാറാൻ കുറച്ച് സമയം വേണ്ടിവരും. നമുക്കതുവരെ ക്ഷമയോടെ കാത്തിരിക്കാം, കാർത്തിക് പറഞ്ഞു. പക്ഷേ സഹസ്രക്ക് ഇനി കാത്തിരിക്കാൻ താല്പര്യമില്ലായിരുന്നു. ആ കുടുംബം അനുഭവിക്കുന്ന മാനസിക വിഷമങ്ങൾക്ക് കാരണം ഞാൻ തന്നെയാണെന്നിരിക്കെ ആ മുറിവെടുക്കാനുള്ള ഉത്തരവാദിത്വവും താൻ തന്നെ ഏറ്റെടുക്കണമെന്ന് അവൾ കരുതി. അടുത്ത ഞായറാഴ്ച രാവിലെ MP കോളനിയുള്ള കാർത്തിക്കിൻ്റെ വീടിൻ്റെ കോളിംഗ് ബെൽ മുഴങ്ങി. കാർത്തിക്കിൻ്റെ അമ്മ വന്ന് വാതിൽ തുറന്നു. മുന്നിൽ നിൽക്കുന്ന സഹസ്രയും അവരുടെ പിന്നിലായി നിൽക്കുന്ന രാമറാവുവിനെയും കമലമ്മയും കണ്ട് അവർ ഒരു നിമിഷം ഞെട്ടിപ്പോയി. 5 വർഷം മുമ്പ് നടന്ന ആ അപമാനം ഓർമ്മ വന്നതോടെ അവരുടെ മുഖം പെട്ടെന്ന് ഗൗരവമുള്ളതായി മാറി. അവരകത്തേക്ക് വിളിക്കാൻ പോലും അവർക്ക് മനസ്സ് വന്നില്ല. അപ്പോഴാണ് കാർത്തിക്കിൻ്റെ അച്ഛൻ ഹാളിലേക്ക് വന്നത്.
ഉമ്മറപ്പടിയിൽ ഇവരെ കണ്ടതും അദ്ദേഹം അവിടെ തന്നെ നിന്നുപോയി. പഴയൊരു മുറിവ് നൽകിയ ദേഷ്യവും അസംതൃപ്തിയും ആ മുഖത്ത് വ്യക്തമായി കാണാമായിരുന്നു. അതോടെ അവിടുത്തെ അന്തരീക്ഷമാകെ പെട്ടെന്ന് നിശബ്ദമാവുകയും വല്ലാത്തൊരു ഭാരത്താൽ നിറയുകയും ചെയ്തു. അവർ ഒന്നും മിണ്ടാതെ തങ്ങളെ ഇവിടെ തിരിച്ചയക്കുമോ എന്ന പരിഭ്രാന്തിയോടെ രാമറാവു മുന്നോട്ട് വന്നു. അദ്ദേഹം കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു, എന്നെ ദയവായി ക്ഷമിക്കണം. അന്ന് എൻ്റെ മകൾ ചെയ്ത തെറ്റിന് ഒരച്ഛൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ തലകുനിക്കുകയാണ്. ഇത്രയും നാൾ നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ ധൈര്യമില്ലാതെ മുഖം കാണിക്കാൻ വയ്യാതെയാണ് ഞാൻ വരാതിരുന്നത്. പക്ഷേ എൻ്റെ മകൻ ഇപ്പോൾ അവൾ ചെയ്ത തെറ്റിൽ നിന്ന് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. നിങ്ങളുടെ മകൻ നൽകിയ ധൈര്യം കൊണ്ടാണ് അവൾ വീണ്ടും ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. ദയവ് ചെയ്ത് ആ പഴയ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് കുട്ടികളുടെ സന്തോഷം ഇല്ലാതാക്കരുത്. ഞങ്ങളോട് ക്ഷമിക്കണം. ഇത് പറയുമ്പോൾ രാമറാവുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അരയിൽ നിന്ന് കമലമ്മയും കരഞ്ഞുകൊണ്ട് കൈകൾ കൂപ്പി. തങ്ങളുടെ മകൾക്ക് വേണ്ടി അവർ എത്രത്തോളം താഴ്മയോടെ സംസാരിക്കുന്നത് കണ്ട് കാർത്തിക്കിൻ്റെ അച്ഛനമ്മമാരുടെ മനസ്സ് പെട്ടെന്ന് അലിഞ്ഞുപോയി. സഹസ്രം മുന്നോട്ട് വന്ന് കാർത്തിക്കിൻ്റെ അമ്മയുടെ കൈകളിൽ പിടിച്ചു. അവരുടെ കണ്ണുകളിൽ കാണുന്ന ദേഷ്യവും 5 വർഷം മുമ്പുള്ള ആ പഴയ വേദനയും കണ്ടപ്പോൾ സഹസ്രയുടെ നെഞ്ച് തകർന്നു പോയി. തൊണ്ടയിടറി വിറക്കുന്ന ശബ്ദത്തോടെ അവൾ പറഞ്ഞു, ആൻറ്റി, എന്നെ ശകാരിച്ചോളൂ ആൻറ്റി. വേണമെങ്കിൽ 4 തന്നാലും എനിക്ക് കുഴപ്പമില്ല. എൻ്റെ പേടിയും സ്വാർത്ഥതയും കാരണം ചുറ്റുമുള്ളവരെക്കുറിച്ച് ചിന്തിക്കാതെ പോയ എന്നെപ്പോലെയുള്ളവരോട് ക്ഷമിക്കാൻ ഒട്ടും അർഹതയില്ല. നിങ്ങളോട് ക്ഷമ ചോദിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല ആൻറ്റി. പക്ഷെ എനിക്ക് ഒരൊറ്റ അവസരം തരൂ. നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ആ വിശ്വാസം ഞാൻ വീണ്ടെടുക്കും. എൻ്റെ ജീവനുള്ളിടത്തോളം കാലം ഈ വീട്ടിൽ ആർക്കും ഒരു ചെറിയ കഷ്ടം പോലും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവരുടെ കാലിൽ വീണ് പൊട്ടിക്കരഞ്ഞു. അവിടെയുണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞുപോയി. പണ്ട് വീട് വിട്ട് ഓടിപ്പോയ പെൺകുട്ടി ഇന്ന് തങ്ങളുടെ മുന്നിൽ വന്നു നിന്ന് കണ്ണീരോടെ ഇത്രയും സത്യസന്ധമായി മാപ്പ് ചോദിക്കുന്നത് കണ്ടപ്പോൾ കാർത്തികിൻ്റെ മാതാപിതാക്കളുടെ മനസ്സ് അലിയാതിരുന്നില്ല. രാമറാവുവിനെ പോലൊരു വലിയ മനുഷ്യൻ അങ്ങനെ കൈകൾ കൂപ്പി നിൽക്കുന്നത് കണ്ട് കാർത്തികിൻ്റെ അച്ഛൻ അസ്വസ്ഥനായി. അദ്ദേഹം വേഗം മുന്നോട്ട് വന്ന് രാമറാവുവിൻ്റെ കൈകൾ പിടിച്ച് താഴേക്ക് താഴ്ത്തി. രാമറാവുകാരു, നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെ കൈക്കൂപ്പി നിൽക്കല്ലേ. സംഭവിച്ചതൊക്കെ സംഭവിച്ചു എന്ന് അദ്ദേഹവും വികാരതീനായി പറഞ്ഞു. സഹസ്ര കരയുന്നത് കണ്ട് കാർത്തികിൻ്റെ അമ്മക്കും സഹിക്കാനായില്ല. അവർ പതുക്കെ അവളെ കൈപിടിച്ചുയർത്തി കണ്ണീരൊപ്പി. ശരി ശരി, ഇനി കരയണ്ട. അന്ന് നടന്ന കാര്യം ഓർക്കുമ്പോൾ ഇപ്പോഴും ഞങ്ങൾക്ക് വിഷമം തന്നെയാണ്. അത് സത്യമാണ്. പക്ഷെ നിന്റെ തെറ്റ് മനസ്സിലാക്കി നീ ഇത്രയും ദൂരം വന്നല്ലോ, അത് മതി. ഇനി കഴിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിന് ശമിക്കേണ്ട. അതൊക്കെ വിട്ടേക്ക് എന്ന് പറഞ്ഞ് അവൾ സഹസ്രയെ ചേർത്ത് പിടിച്ചു. 2 കുടുംബങ്ങൾക്കിടയിൽ 5 വർഷമായി ഉണ്ടായിരുന്ന മതിലുകെട്ട് ആ നിമിഷത്തിൽ പൂർണ്ണമായി ഇല്ലാതായി. ഉമ്മറപ്പടയിൽ നിന്ന് അല്പം മാറി ഹാളിൽ ഇതെല്ലാം നോക്കി നിൽക്കുകയായിരുന്നു കാർത്തികിൻ്റെ മുഖത്ത് പ്രശാന്തമായൊരു പുഞ്ചിരി വിരിഞ്ഞു. 1 മാസത്തിന് ശേഷം വൈശാഖിൽ ഒരു ക്ഷേത്രത്തിൽ വളരെ ലളിതമായി, യാതൊരുവിധ ആർഭാടങ്ങളുമില്ലാതെ കേവലം 2 കുടുംബങ്ങളിലെ അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ കാർത്തികിൻ്റെയും സഹസ്രയുടെയും വിവാഹം നടന്നു. ദേവമന്ത്രങ്ങളുടെ അകമ്പടിയോടെ അഗ്നിസാക്ഷിയായി കാർത്തിക് സഹസ്രയുടെ കഴുത്തിൽ 3 മിന്നുകെട്ടിടുമ്പോൾ അവളുടെ കണ്ണുകൾ ആനന്ദ കണ്ണീരാൽ നിറഞ്ഞിരുന്നു. 5 വർഷം മുമ്പ് എവിടെയാണോ അർത്ഥമില്ലാത്ത ഭയത്തോടെ ആ യാത്ര അവസാനിച്ചത്, കൃത്യമായി അവിടെ വെച്ച് തന്നെ ഇപ്പോൾ പൂർണ്ണമായ വിശ്വാസത്തോടെ പരസ്പരം തിരിച്ചറിഞ്ഞ പക്വതയോടെ അവർക്കിടയിൽ മനോഹരമായൊരു പുതിയ ജീവിതം ആരംഭിച്ചു. കല്യാണ തിരക്കുകളും ബഹളങ്ങളുമെല്ലാം കഴിഞ്ഞ ശേഷം സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് എല്ലാവരും വീട്ടിലേക്ക് പുറപ്പെട്ടു. മുതിർന്നവരെല്ലാം പരസ്പരം സംസാരിച്ചുകൊണ്ട് അമ്പലത്തിലെ പടികൾ ഇറങ്ങുമ്പോൾ കാർത്തിക്കും സഹസ്രയും അവർക്ക് തൊട്ടു പിന്നാലെ പതുക്കെ നടന്നു വരികയായിരുന്നു. കാർത്തിക് അവളുടെ നേരെ നോക്കി. എന്താ സഹസ്ര, ഇപ്പോഴെങ്കിലും മനസ്സിന് സമാധാനം തോന്നുന്നുണ്ടോ? സന്തോഷം തന്നെയല്ലേ എന്ന് പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. സഹസ്ര തൻ്റെ കഴുത്തിലെ മംഗലസൂത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് അവൻ്റെ നേരെ തിരിഞ്ഞു. താങ്ക്സ് കാർത്തിക്, അവൾ വളരെ താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു. എന്തിനാ വീണ്ടും താങ്ക്സ്? കാർത്തിക് ചോദിച്ചു. അന്ന് ഞാൻ അത്രയും വലിയ തെറ്റ് ചെയ്തിട്ടങ്ങിപ്പോയിട്ടും ഇന്ന് എൻ്റെ അച്ഛൻ്റെ മുഖത്ത് ആ സന്തോഷവും ആദരവും തിരികെ നൽകിയതിൽ, എനിക്ക് വേണ്ടി ഇത്രയും ക്ഷമയോടെ കാത്തിരുന്നത്, കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ട് അവൾ പറഞ്ഞു. കാർത്തിക് അല്പം ഇടറി അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഒരു പക്ഷെ അന്ന് നീ ഓടിപ്പോകാതിരുന്നെങ്കിൽ ഒരു പക്ഷെ നമ്മുടെ കല്യാണം നടക്കുമായിരിക്കാം. പക്ഷെ
പക്ഷെ സഹസ്ര, അങ്ങനെയെങ്കിൽ പരസ്പരം ഇത്രയധികം മനസ്സിലാക്കാൻ നമുക്കൊടുവിൽ കഴിയുമായിരുന്നില്ല. ഈ 5 വർഷത്തെ അകൽച്ച കൊണ്ടാണ് നമ്മൾ പരസ്പരം എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് തിരിച്ചറിഞ്ഞത്. ഇനി ആ പഴയ കാര്യങ്ങളൊക്കെ ഇവിടം കൊണ്ട് വിട്ടേക്കും. ഇനി മുതൽ നമ്മളിതെല്ലാം പുതിയതായി തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കൈകളിൽ മുറുകെ പിടിച്ചു. സഹസ്രയുടെ മുഖത്ത് ഇത്രയും നാളിലതിനൊരു സമാധാനവും മനോഹരമായ പുഞ്ചിരിയും വിരിഞ്ഞു. രണ്ടുപേരും ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. ചില കഥകൾ അവസാനിച്ചു എന്ന് കരുതുമ്പോഴായിരിക്കും ശരിക്കും ആരംഭിക്കുന്നത്. കാർത്തികിൻ്റെയും സഹസ്രയുടെയും ജീവിതത്തിൽ സംഭവിച്ചതും അതുതന്നെയാണ്. തെറ്റുകൾ സംഭവിക്കുന്നത് മനുഷ്യ സഹജമാണ്. എന്നാൽ ആ തെറ്റ് മനസ്സറിഞ്ഞ് സമ്മതിക്കാനും അത് തിരുത്താൻ തയ്യാറാകാനും വലിയൊരു മനസ്സ് വേണം. അഹംഭാവം മാറ്റിവെച്ച് ക്ഷമ ചോദിക്കുന്നതും അതുപോലെ തന്നെ കഴിഞ്ഞ കാര്യങ്ങൾ മറന്ന് വലിയ മനസ്സോടെ ക്ഷമിക്കുന്നതുമല്ലേ നമ്മുടെ കുടുംബ ബന്ധങ്ങളെ എപ്പോഴും നിലനിർത്തുന്നത്.